സെക്കൻഡ് ക്ലാസ് കോച്ചിലേക്ക് കയറി അത് AC പോലും അല്ല. സെക്കൻഡ് ക്ലാസ് കോച്ചിലേക്ക് കയറി വന്നിട്ട് പെട്ടെന്ന് എന്നോട് എനിക്കൊരു സീറ്റ് വേണം. പാലക്കാട് നിന്ന് വണ്ടി വിടുമ്പോൾ ഒരു ബഗർ ആ വണ്ടിയിലുണ്ട്. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഒരു കൈയില്ലാത്ത ഒരാളുണ്ടായിരുന്നു, ഒരു തമിഴ് ആളാണ്. പുള്ളി പാലക്കാട് നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റേക്ക് നമ്മുടെ പുറകെ തന്നെ വരും. നമ്മൾ എത്ര ശ്രമിച്ചാലും കോയമ്പത്തൂർ വരെ ഒന്നും ചെയ്യാനില്ല. ഇത്ര വലിയ നേതാവാണ് അദ്ദേഹം. നല്ല ക്ലീനായിട്ട് വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് വന്നിരിക്കുകയാണ്. ഞാൻ പതുക്കെ എഴുന്നേറ്റ് തട്ടി വിളിച്ചു, സാറേ പിന്നെ സാറിൻ്റെ ഷർട്ടിൽ. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അത് വണ്ടി പരശുറാം എക്സ്പ്രസ്സിലാണ് സംഭവം. പരശുറാം എക്സ്പ്രസ്സിൻ്റെ അന്ന് ഒരു രണ്ട് AC കോച്ച്, ഒരു റിസർവേഷൻ കോച്ചും ഉള്ള കാലമാണ്. ഈ AC കോച്ചിൽ ചെക്കിങ് കഴിഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് ക്ലാസ് റിസർവേഷൻ കോച്ചിലേക്ക് എത്തുമ്പോഴേക്കും കോച്ച് നല്ല ക്രൗഡഡാണ്. എൻ്റെ ഫസ്റ്റ് ജോലി ആ ക്രൗഡിനെ ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നല്ല ഉച്ച നേരത്താണ്, നല്ല തിരക്കാണ് വണ്ടിയിൽ. റിസർവ് ചെയ്ത പാസഞ്ചേഴ്സിനെ എല്ലാം അക്കോമഡേറ്റ് ചെയ്യുന്നതിനിടയിലാണ് 2 ഇറഗുലർ പാസഞ്ചേഴ്സിനെ അതിൽ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അവരോട് ടിക്കറ്റ് ചോദിക്കുമ്പോൾ അവർക്ക് ആ ടിക്കറ്റ് കാണിക്കാൻ ആദ്യം തയ്യാറല്ല. കാരണം അവർക്കറിയാം അവരുടെ ടിക്കറ്റ് ഇറഗുലർ ആണെന്നുള്ളത്. ടിക്കറ്റ് കാണിക്കാൻ ആദ്യം തയ്യാറല്ല. ഞാൻ സീറ്റ് നമ്പർ ചോദിക്കുന്നു, അവർ സീറ്റ് നമ്പർ പറയാൻ തയ്യാറല്ല. ഞാൻ ആ സീറ്റ് നമ്പറിൽ ശരിക്കുള്ള യാത്രക്കാരനെ ആ വണ്ടിയിലുണ്ട്, കണ്ടു. അദ്ദേഹത്തെ അവിടെ കൊണ്ടിരുത്തി ഇവരോട് എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ ശേഷം അവർ അവിടുന്ന് മൂവ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഞാൻ ഓരോ സ്റ്റേഷനിൽ പരമാവധി ആളുകളെ മറ്റ് ജനറൽ കോച്ചുകളിലേക്കും ഈ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റ് ക്ലിയർ ചെയ്യുന്നൊരു ജോലി ചെയ്യുന്നുണ്ട്. തിരിച്ച് വീണ്ടും അവർ സീറ്റ് ഓക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. അവർ മാറാൻ തയ്യാറല്ല. എന്നോട് കയർത്ത് സംസാരിക്കുക, നമ്മുടെ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് അവർക്ക് മനസ്സിലാക്കാൻ തയ്യാറാതെ കയർത്ത് സംസാരിക്കുന്ന ഒരു ശൈലിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ ഒരു കേസോ അല്ലെങ്കിൽ അവർ ഈവൻ ഫൈൻ അടിക്കാൻ പോലും ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ മാറണം, കോച്ചിൽ നിന്ന് മാറണം എന്നുള്ള നിർബന്ധം നമ്മൾ പറയുന്നുള്ളൂ. ഇറഗുലർ ടിക്കറ്റാണ്. പക്ഷേ അവരൊരു ഈ 2 ആളുള്ളതുകൊണ്ട് നമുക്ക് TTE കൈകാര്യം ചെയ്യുന്നൊരു ലെവലിലേക്ക് അവർ മാറിയപ്പോൾ ഞാൻ ഫോൺ ചെയ്യുകയും കോട്ടയത്താണെന്ന് ചെങ്ങന്നൂരെന്ന് ഓർക്കുന്നില്ല, RPF വരെയും അവരെ ടേക്ക് ഓവർ ചെയ്ത് കൊണ്ടുപോയി ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരം ചെറിയൊരു സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടാവും. എൻ്റെ ഓർമ്മയിലുള്ളൊരു സംഭവം അതാണ്. തൃപ്പൂണിത്തറ MS തൃപ്പൂണിത്തറ, കറക്റ്റ് MS തൃപ്പൂണിത്തറയാണ്. അദ്ദേഹം ഒരിക്കൽ ഇതുപോലെ തന്നെ ഒരു ട്രെയിനിൽ പെട്ടെന്ന് കയറി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവർക്ക് അവനെ വരാറില്ലല്ലോ. സെക്കൻഡ് ക്ലാസ് കോച്ചിലേക്ക് കയറി അത് AC പോലും അല്ല. സെക്കൻഡ് ക്ലാസ് കോച്ചിലേക്ക് കയറി വന്നിട്ട് പെട്ടെന്ന് എന്നോട് എനിക്കൊരു സീറ്റ് വേണം. വണ്ടി നല്ല പാക്ഡാണ്. ഞാൻ പറയും, സാർ അല്പം വെയിറ്റ് ആക്കി AC എനിക്ക് AC വേണമെന്നില്ല, എനിക്ക് ഇവിടെ ഇരുന്നാൽ മതി, എനിക്കൊരു സീറ്റ് തരണം. അപ്പോൾ അന്ന് എനിക്ക് TTEക്ക് സീറ്റ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഞാൻ നേരെ വണ്ടി പാക്ഡാണ്, വേറെ രക്ഷയില്ല. അദ്ദേഹത്തെ കുട്ടിയെ TTEയുടെ സീറ്റിലിരുത്തി. അന്നേരമൊന്നും യാത്രക്കാർ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ പുള്ളി അങ്ങനെ ഒരാൾ കയറി ഒന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പോയി ആ സീറ്റിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടി കുറച്ച് കഴിയുമ്പോഴാണ് ഇത് ആരായിരിക്കുന്നത് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ ആ കുട്ടിയെന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന ആരാണെന്ന് മനസ്സിലായോ? അപ്പോൾ കുട്ടിക്ക് അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കാണ് MS തൃപ്പൂണിത്തുറ അടുത്തിരിക്കാനുള്ളൊരു അവസരം നിങ്ങൾ കിട്ടിയിരിക്കുക. അപ്പോൾ അദ്ദേഹം അതെ നിനക്ക് എൻ്റെ അടുത്ത് ഇരിക്കാൻ TTE കാരണം അവസരം കിട്ടിയില്ലേ, എൻ്റെ അടുത്ത് തൊട്ടടുത്ത സീറ്റിലല്ലേ അദ്ദേഹം ഒരു തമാശ പോലെ പറഞ്ഞ ആളുകളോട്. അങ്ങനെ ചില ആളുകൾ അങ്ങനെയാണ്. അവർ വളരെ ലൈറ്റ് മൊമെൻറ്റ്സ് ആയിട്ട് അതൊക്കെ മാറ്റിയെടുത്ത് നമുക്ക് അത്ഭുതം തോന്നും. പക്ഷെ അവരത് വളരെ കാഷ്വലായിട്ട് എടുത്ത് യാത്ര ചെയ്യുന്ന ആ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. മറ്റൊന്ന് എൻ്റെ ഓർമ്മയിലുള്ളത് ഉമ്മൻചാണ്ടി സാറാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് തൊട്ട് മുമ്പുള്ള പീരീഡാണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വണ്ടിയിൽ വന്നിട്ട് അന്ന് ജനശതാബ്ദി എക്സ്പ്രസ്സിലാണ് ഞാനും. അപ്പോൾ അന്ന് നമുക്ക് ജനശതാബ്ദിയിൽ ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് വാങ്ങിയിട്ട് കഴിച്ച് ഇപ്പോൾ 2 സീറ്റിൽ അപ്പുറം ഞാനും എൻ്റെ കൂടുതലുള്ള TTEയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുള്ള ആൾ ഈ ടൊമാറ്റോ സോസിൻ്റെ ചെറിയ പാക്കറ്റായിരുന്നു. ഇങ്ങനെ വലിച്ചങ്ങ് പൊട്ടിച്ചു. പെട്ടെന്ന് പൊട്ടിക്കുമ്പോൾ എൻ്റെ ബാക്കിൽ സീറ്റിലാണ് ഉമ്മൻചാണ്ടി സാർ ഇരിക്കുന്നത്. അപ്പോൾ ഈ അപ്പുറത്തുനിന്ന് ആളെ പൊട്ടിച്ചത് ഇങ്ങനെ ജെറ്റ് പോലെ ഈ സോസ് അദ്ദേഹത്തിൻ്റെ ഷർട്ട് മൊത്തം അങ്ങ് വീണിട്ട് ഞാനിത് കാണുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നതന്നില്ല. അദ്ദേഹം അങ്ങനെ ഇരുന്ന് ഒരു ചെറിയ മേഘത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പതുക്കെ എഴുന്നേറ്റ് തട്ടി വിളിച്ചു, സാറേ പിന്നെ സാറിൻ്റെ ഷർട്ടിൽ. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അദ്ദേഹം നോക്കിയിട്ട് കൂളായിട്ട് അതെന്നല്ലേ സാരല്ല. അപ്പം പിന്നെ അദ്ദേഹം പതുക്കെ എഴുന്നേറ്റ് ഞാനും കൂടെ പോയി വാഷ് ബേസിനടുത്ത് വിട്ടത് വാഷ് ചെയ്യുമ്പോൾ ശരിക്കും വാഷ് ചെയ്ത് പോയൊന്നുമില്ല. അദ്ദേഹം സാരമില്ല എന്നുള്ള മട്ടിൽ. അന്നൊക്കെ നമുക്കത് ഭയങ്കര പേടിയാണ്. കാരണം ഇത്ര വലിയ നേതാവാണ് അദ്ദേഹം. നല്ല ക്ലീനായിട്ട് വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് വന്നിരിക്കുകയാണ്. ഇത് സംഭവിച്ചാൽ എന്താവും റിയാക്ഷൻ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഭയന്നു. പക്ഷേ അദ്ദേഹം വളരെ കൂളായിട്ട് അതിനെടുത്ത് പോയ ഒരു സംഭവമുണ്ട്. അത് എൻ്റെ ഓർമ്മയിലുള്ളൊരു സംഭവം അതാണ്. പിന്നെ അതുപോലെ അത് ചെന്നൈയിലുള്ളപ്പോഴാണ് നടൻ ജയറാം അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇവിടെ പുറത്ത് പോയിട്ട് തിരിച്ച് മദ്രാസിൽ ഫ്ലൈറ്റിൽ വന്നിട്ട് അവിടെ നിന്ന് ട്രെയിനിൽ വന്ന സമയത്ത് ഇതുപോലെ ക്യാബിൻ അന്ന് ഫസ്റ്റ് ക്ലാസ് കോച്ചുകളുള്ള സമയമാണ്.
ചെന്നൈ ആലപ്പി എക്സ്പ്രസ് ആണെന്ന് എനിക്ക് ഓർമ്മ. അന്ന് അവിടുത്തെ ഈ സിനിമയുടെ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, പുള്ളി കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് പറഞ്ഞേൽപ്പിച്ച് അവർക്ക് ഞാനിതുപോലെ 4 പേരുടെ ബർത്ത്, അവർ 2 പേർക്ക് മാത്രമായിട്ടുള്ള ഉണ്ടല്ലോ, കൂപ്പയും ക്യാബിനും ഉണ്ട്. ക്യാബിനായാലും അവർക്ക് ബർത്ത് കിട്ടിയത്, പക്ഷേ 4 ആളുള്ളതാണ്. 2 ആളുള്ളതൊന്ന് വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളി വളരെ കൃതജ്ഞതാപൂർവ്വം അന്ന് പറഞ്ഞു പോയ ഒരു സംഭവം. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ഓർമ്മയിലുള്ളൊരു സംഭവം. പിന്നെ സമീപകാലത്തുള്ളത് ഇപ്പോൾ റെഗുലറായിട്ട് ജനശതാബ്ദി എക്സ്പ്രസ് യാത്ര ചെയ്യുമ്പോൾ ധാരാളം യാത്രക്കാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അതുപോലെ ഈ സിനിമ ബന്ധമുള്ള ആളുകൾ, രാഷ്ട്രീയ പ്രവർത്തകർ. റെഗുലറായിട്ട് നമ്മളൊരു പർട്ടിക്കുലർ ദിവസം തന്നെ ആയിരിക്കും ഈ പോകുന്നത് വരുന്നത്. അതുകൊണ്ട് നമ്മളെ അതേ ദിവസം കാണുന്നവർക്കെല്ലാം ധാരാളം പേർക്ക് ഇപ്പോൾ അങ്ങനെ എന്നെ വ്യക്തിപരമായി അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരത് പേരെ നമുക്ക് ഓർക്കാൻ പറ്റില്ല, പക്ഷേ ആളുകളൊക്കെ അറിയാം നമുക്ക്. പാലക്കാട് നിന്ന് വണ്ടി വിടുമ്പോൾ ഒരു ബഗർ ആ വണ്ടിയിലുണ്ട്. നമ്മൾ എത്ര ശ്രമിച്ചാലും കോയമ്പത്തൂർ വരെ ഒന്നും ചെയ്യാനില്ല. നമുക്കാകെ ഇവരെ ചെയ്യാൻ കഴിയും. ഇവർ പലപ്പോഴും അവരുടെ ആവശ്യം കൊണ്ടായിരിക്കും, അവർ ധാർഷ്ട്യത്തിലേക്കേ സംസാരിക്കുകയുള്ളൂ. അവരൊന്ന് പലരും അങ്ങനെയാണ്. റെഗുലറായിട്ട് ഈ പരിപാടി ചെയ്തു തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുണ്ട്. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഒരു കൈയില്ലാത്ത ഒരാളുണ്ടായിരുന്നു, ഒരു തമിഴ് ആളാണ്. പുള്ളി പാലക്കാട് നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റേക്ക് നമ്മുടെ പുറകെ തന്നെ വരും. ഒരു ധാർഷ്ട്യ സ്വഭാവത്തിലാണ്. നമുക്കിവരെ ഫൈൻ അടിക്കാൻ പറ്റില്ല, ആകെ ചെയ്യാൻ കഴിയുക ഇറക്കുക എന്നുള്ളതാണ്. ഇറങ്ങണമെങ്കിൽ അടുത്ത സ്റ്റേഷനിലെത്തണം. പിന്നെ അവരെ നമ്മൾ നിർബന്ധിച്ച് ഫോഴ്സ്ഫുള്ളായി തന്നെ ഉണ്ട് ഡോറിൻ്റെ അടുത്ത് ഡോർ അടച്ചിട്ടിട്ട് അതിനിപ്പുറം നിർത്തും, അവിടെ തന്നെ നിൽക്കാൻ പറയും. അവരെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഏതെങ്കിലും തരത്തിൽ അവരോട് ഒരു അല്പം എക്സസ് ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ അത് സമ്മതിക്കില്ല. ആ രീതിക്ക് അവരെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവർ കൂളായിട്ട് ആ വണ്ടി മുഴുവൻ നടന്ന് ബഗ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അവരുടെ ജീവിതമാർഗ്ഗമായിരിക്കാം, പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ വണ്ടിയിലെ ബഗ്ഗിങ് എന്ന് പറയുന്നത്. നമുക്കൊരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്ത കാര്യത്തിൽ കുറച്ചധികം അടുത്ത സ്റ്റേഷൻ എത്തുന്നവരെ അവർ യാത്രക്കാരെ ഡിസ്റ്റർബ് ചെയ്തില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. വേറെ അതിക്കുള്ള അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത സ്റ്റേഷനിൽ അവർ ഇറങ്ങിയെന്ന് എൻഷുർ ചെയ്യേണ്ടി വരും. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ബഗേഴ്സിൻ്റെ കാര്യത്തിൽ ചെയ്യാനുള്ളത്. ഡ്യൂട്ടി സമയത്തിന് ഒരു കണക്ക് കൃത്യമായിട്ട് വയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ 10 to 5 ഒരു ഓഫീസ് വർക്ക് എന്ന് പറഞ്ഞാൽ 10 to 5 ആണ്. അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു 7 to 11 അല്ലെങ്കിൽ 7 to 13, 13 to 21, അങ്ങനെ 3 ഷിഫ്റ്റാണ്. TTമാരുടെ ഡ്യൂട്ടി ഇതൊന്നുമല്ല. TTമാരുടെ ഡ്യൂട്ടി നമുക്കൊരു സെറ്റ് ഓഫ് ട്രെയിൻസ് തന്നിട്ടുണ്ടാവും. നമ്മൾ വർക്ക് ചെയ്ത ഡിപ്പോയ്ക്ക് ഒരു സെറ്റ് ഓഫ് ട്രെയിൻസ് കൊടുത്തിട്ടുണ്ടാവും. ആ ട്രെയിനിൽ ഒന്നുകിൽ എറണാകുളം ടു മംഗലാപുരം, അല്ലെങ്കിൽ എറണാകുളം ടു കന്യാകുമാരി, അല്ലെങ്കിൽ എറണാകുളം ടു സേലം, ഇങ്ങനെയുള്ള ആ ഒരു സെക്ഷനായിരിക്കും നമുക്ക് ഒരു പർട്ടിക്കുലർ ട്രെയിനിൻ്റെ ഒരു പർട്ടിക്കുലർ സെക്ഷനാണ് വർക്ക് ചെയ്യേണ്ടത്. അവിടെ നമ്മുടെ ഡ്യൂട്ടി സമയം എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ ഡ്യൂട്ടി ആരംഭിക്കുന്ന സ്റ്റേഷനിൽ വണ്ടി എത്തുന്ന സമയമാണ് നമ്മുടെ സമയം. നമ്മൾ എവിടം വരെയാണ് ഡ്യൂട്ടി വന്നിട്ടുള്ളത് അവിടെ വണ്ടി എത്തുന്ന സമയമാണ് നമ്മുടെ ഡ്യൂട്ടി അവസാനിക്കുന്ന സമയം. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി സമയത്തിന് വണ്ടിയുടെ സമയമായിട്ട് മാത്രം അത് ലിങ്ക്ഡാണ്, വേറെ ഒന്നുമായിട്ടും ലിങ്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് വണ്ടി അവിടെ നിന്ന് 2:50 2:50 ഡ്യൂട്ടി തുടങ്ങുന്ന സമയം. അങ്ങനെ ആർക്കും ഉണ്ടാവില്ല, ഒരു ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് 2:50. 2:50 എന്നുള്ളത് നമ്മൾ അരമണിക്കൂർ മുമ്പേ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ഡ്യൂട്ടി ഓൺ ചെയ്യാനുള്ള കുറച്ച് പ്രോസസ്സുകളുണ്ട്. ഒന്ന് മസ്റ്റർ റോൾ, അറ്റൻഡൻസ് രജിസ്റ്ററിൽ സൈൻ ചെയ്യുക. ഇപ്പോൾ അതിനുശേഷം സൈൻ ഓണിന് 2 സംവിധാനമുണ്ട്. മാനുവലായിട്ട് ബുക്കുണ്ട്, ബുക്കിൽ നമ്മുടെ പേരും ട്രെയിൻ നമ്പറും ഒക്കെ എഴുതി സൈൻ ചെയ്യുക. പിന്നെ സിസ്റ്റത്തിനകത്ത് നമ്മുടെ റെയിൽവേയുടെ തന്നെ TT ലോബി എന്നൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ നമുക്ക് തന്നിട്ടുള്ള ID പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്ത് സൈൻ ഓൺ ചെയ്യണം. ആ സൈൻ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിനുള്ള ടാബ്, ഇപ്പോഴത്തെ ഡ്യൂട്ടി അതാണ്. ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അന്ന് നേരത്തെ ചെയ്യേണ്ടിരുന്നത് റിസർവേഷൻ ഓഫീസിൽ നിന്ന് ചാർട്ട് കളക്ട് ചെയ്യണം. ട്രെയിൻ ഒറിജിനേറ്റിംഗ് സ്റ്റേഷനാണെങ്കിൽ അവിടെ നിന്ന് കളക്ട് ചെയ്യണം. അത് അവർ ഇൻഫർമേഷൻ സെൻറ്ററിലോ മറ്റോ കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടെ നമ്മളത് എടുത്ത് സോർട്ട് ചെയ്ത് അവരവർ നോക്കുന്ന കോച്ചുകളുടെ ചാർട്ടുകൾ, ഓരോരോ കോച്ചിൻ്റെ ആയിട്ട് ചാർട്ട് തിരിച്ച് അതത് TTമാർ അത് ഹോൾഡ് ചെയ്യുക. ഇപ്പോൾ ടാബിലാണെങ്കിൽ അത് നമ്മൾ ഈ സൈൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ടാബ് അതുപോലെ ഓൺ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അസൈൻ ചെയ്ത കോച്ചിൻ്റെ ചാർട്ടുകൾ നമുക്ക് വരും. നമുക്ക് കോച്ച് അസൈൻ ചെയ്യുന്ന നമ്മുടെ ഒരു ബാച്ചിന് ഒരു ഇൻചാർജ് ഉണ്ടാവും. ആ ബാച്ച് ഇൻചാർജ് ആയിരിക്കും കോച്ച് അസൈൻ ചെയ്ത് തരിക. അങ്ങനെ അസൈൻ ചെയ്ത് കഴിയുമ്പോൾ ടാബ് ഓൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് അസൈൻ ചെയ്ത കോച്ചുകളുടെ ചാർട്ട് നമ്മുടെ ടാബിൽ കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാം വെരിഫൈ ചെയ്യാം. നമ്മുടെ കോച്ച് എങ്ങനെയാണ്, അത് പിന്നെ ഫുള്ളി ഓക്യുപ്പൈഡ് ആണോ, RAC ഉണ്ടോ, വെയിറ്റ് ലിസ്റ്റ് പാസഞ്ചേഴ്സിന് അലോട്ട് ചെയ്തിട്ടുണ്ടോ, എവിടെ മുതൽ വേക്കൻസികളുണ്ടാവും, എവിടെ മുതലാണ് വണ്ടി ഫുള്ളായിട്ട് പോകും. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് വെരിഫൈ ചെയ്ത ശേഷമാണ് നമ്മൾ ഡ്യൂട്ടി തുടങ്ങുക. ഡ്യൂട്ടി തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ വെരിഫിക്കേഷൻ ഡിക്ലറേഷൻ ഉണ്ട്. ഈ ട്രെയിനിൽ നേരത്തെ ഞാൻ പറഞ്ഞ അമ്യൂണിറ്റീസൊക്കെ ഓക്കെ ആണെന്ന് വെരിഫൈ ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ടാണ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിൽ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കോച്ചുണ്ടോ അത്രയും കോച്ചിൽ ഒരു തവണയെങ്കിലും നമ്മൾ പാസ് ചെയ്തിട്ട് ഈ കോച്ചിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യണം.
പിന്നെ ഡ്യൂട്ടി നേരത്തെ പറഞ്ഞത് തന്നെ പ്രധാനമായിട്ടും ടിക്കറ്റ് ചെക്കിങ് ചെയ്യുമ്പോൾ ആളുകളുടെ കറക്റ്റായ ടിക്കറ്റുമായിട്ട് യാത്ര ചെയ്യുന്നത് എൻഷുർ ചെയ്യണം. പ്ലസ് അവരെ ഈ റിസർവ് ചെയ്ത പാസേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യും. ഇത്തരം കാര്യങ്ങൾക്കാണ് നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുക്കുക. അതുപോലെ ഡ്യൂട്ടി ചിലപ്പോൾ 8 മണിക്കൂറായിരിക്കും, ചിലപ്പോൾ 6 മണിക്കൂർ, ചിലപ്പോൾ 10 മണിക്കൂർ നീണ്ടു പോകുന്ന ഡ്യൂട്ടികളുണ്ടാവും. എനിക്ക് ട്രെയിൻ ഡിലേ ആകാം. ട്രെയിൻ ഡിലേ ആയാലും നമുക്കൊന്നും ചെയ്യാനില്ല. വണ്ടി അവിടെ എത്തിയാലേ നമ്മുടെ ഡ്യൂട്ടി അവസാനിക്കുള്ളൂ. ആ ഡെസ്റ്റിനേഷനിലെത്തി നമ്മൾ ഇറങ്ങി ചാർട്ട് ഇപ്പോൾ ടാബിലാണെങ്കിൽ അത് അതിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്ത് അടുത്ത TTക്ക് അത് കിട്ടിക്കോളും. പഴയ ചാർട്ടാണെങ്കിൽ അത് നമ്മളത്തെ ആ പൊസിഷൻ മുഴുവൻ എഴുതണം. ചാർട്ടിൻ്റെ ബാക്ക് സൈഡിൽ മൊത്തം പൊസിഷൻ എഴുതിയിട്ട് RAC ക്ലിയർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, വേക്കൻസി ഉണ്ടോ, അല്ലെങ്കിൽ വേക്കൻസി ഉണ്ടെങ്കിൽ എവിടെ മുതലുണ്ടോ, ഈ പൊസിഷനെല്ലാം എഴുതി അടുത്ത സെക്ഷൻ വർക്ക് ചെയ്യുന്ന TTയുടെ കയ്യിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്ത് അതിനുശേഷം നമ്മുടെ ക്യാഷ് നമ്മൾ ക്ലോസ് ചെയ്ത് കയ്യിലുള്ള ക്യാഷ് ക്ലോസ് ചെയ്യണം. അതായത് എക്സസ് ഫെയർ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തതിൻ്റെ കണക്കും ക്യാഷും ക്ലോസ് ചെയ്ത് അത് ബുക്കിംഗ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് ആ ക്യാഷ് അടച്ച് അതിൻ്റെ മണി റെസിപ്റ്റ് വാങ്ങി അതിനുശേഷം നമ്മൾ പോയി സൈൻ ഓഫ് ചെയ്യണം. ഡ്യൂട്ടി ഓഫ് ചെയ്തിട്ട് അത് സിസ്റ്റത്തിൽ ഓഫ് ചെയ്യണം, ബുക്കിൽ ഓഫ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഡ്യൂട്ടി അവസാനിക്കുക. ഇപ്പോൾ ഡ്യൂട്ടി കോച്ച് അലോക്കേഷനിലുള്ളൊരു പ്രശ്നം എന്നുള്ളത് അപ്പർ ക്ലാസ് ആണെങ്കിൽ 5 കോച്ച് നോക്കണം. ഒരു TT 5 കോച്ച് നോക്കണം. അപ്പർ ക്ലാസ് എന്ന് പറയുന്നത് AC കമ്പാർട്ട്മെൻറ്റിലാണ് പ്രധാനമായിട്ടും. സ്ലീപ്പറോ സെക്കൻഡ് ക്ലാസ്സോ ആണെങ്കിൽ 3 കോച്ച് നോക്കണം. അപ്പോൾ ഇത് ഈ അപ്പർ ക്ലാസ്സിൻ്റെ 5 കോച്ച് നോക്കുന്ന TTയെ സംബന്ധിച്ച് അല്പം ടാസ്ക്കാണ്. അതുകൊണ്ട് 5 കോച്ചിലും മുഴുവൻ അവരുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചെക്കിങ്ങിനിടയിൽ നമുക്ക് ആ അമ്യൂണിറ്റീസ് എല്ലാം ഓക്കെ ആണോ, വെള്ളമുണ്ടോ, അല്ലെങ്കിൽ ടാപ്പുണ്ടോ, ടോയ്ലറ്റ് പ്രശ്നങ്ങളുണ്ടോ, ഇതെല്ലാം ഈ ഡ്യൂട്ടിയുടെ ഇടയിൽ ചെക്ക് ചെയ്ത് പോകാനേ പറ്റും. കാരണം അല്ലെങ്കിൽ 5 കോച്ചിൻ്റെ ഈ 4 സൈഡും 2 സൈഡിലുള്ള 4 ടോയ്ലറ്റുകളും ചെക്ക് ചെയ്തൊക്കെ വരുമ്പോൾ ഒരുപാട് സമയം പോകും. പക്ഷേ പലപ്പോഴും ചെയ്യാതെയും പറ്റില്ല. നമ്മൾ അത് ചെക്ക് ചെയ്യുന്നതിനിടയിൽ തന്നെ ചെയ്യേണ്ടി വരും. ഒരു സ്ലീപ്പർ കോച്ചാണെങ്കിൽ 3 കോച്ചാണ് നോക്കേണ്ടി വരും. പക്ഷേ 3 കോച്ചേ ഉള്ളെങ്കിൽ അതിനകത്തുള്ളൊരു പ്രശ്നം ഈ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇറഗുലർ ടിക്കറ്റുമായി യാത്ര ചെയ്യുന്ന യാത്രക്കാർ ധാരാളം ഉണ്ടാവും ഈ സ്ലീപ്പർ കോച്ചുകളിൽ. അതുകൊണ്ട് 3 കോച്ചേ ഉള്ളതിൽ അതെല്ലാം അത് ആദ്യം എൻഷുർ ചെയ്ത് ഈ നേരത്തെ പറഞ്ഞ അമ്യൂണിറ്റീസും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുമ്പോഴേക്ക് തന്നെ നല്ലൊരു ദൂരം വണ്ടി യാത്ര ചെയ്ത് കഴിയും. നമ്മുടെ കേരളത്തിലെ സെക്ഷനുകളിൽ പ്രത്യേകത കൂടിയുണ്ട്. അത് 2 സ്റ്റേഷനുകൾക്കിടയിലുള്ള ദൂരം വളരെ കുറവാണ്. ചെന്നൈയിൽ നിന്നൊരു വണ്ടി വിട്ടാൽ കാട്ട്പാടിയാണ് പലപ്പോഴും അടുത്ത സ്റ്റേപ്പ്. എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ കഴിയും. ചെന്നൈയിൽ നിന്ന് കാട്ട്പാടി 2 മണിക്കൂർ വണ്ടി ഓടിയെത്തുന്നതിനിടയിൽ അദ്ദേഹത്തിന് TTക്ക് ധാരാളം ആ കോച്ചിൽ ചെയ്യേണ്ട വർക്കുകൾ എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ സ്ഥിതി അതല്ല ഇവിടെ ഇപ്പോൾ കായംകുളത്തൊരു വണ്ടി വിട്ടാൽ 10 മിനിറ്റിൽ മാവേലിക്കര എത്തും, 15 മിനിറ്റിൽ ചെങ്ങന്നൂർ എത്തും, അടുത്ത 10 മിനിറ്റിൽ തിരുവല്ല എത്തും. അതായത് കായംകുളത്തിനും കോട്ടയം 1 മണിക്കൂർ കഷ്ടിച്ച് 1 മണിക്കൂർ ഓടുന്നതിനിടയിൽ 5 സ്റ്റേഷനുകൾ കവർ ചെയ്ത് ഈ 5 സ്റ്റേഷനുകളിൽ നിന്നും ധാരാളം യാത്രക്കാർ, ഓരോ സ്റ്റേഷനും നല്ല പ്രാധാന്യമുള്ള സ്റ്റേഷനാണ്, ആ യാത്രക്കാർ കയറി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് 3 കോച്ചാണെങ്കിൽ പോലും പാസ് ചെയ്ത് എത്തുമ്പോഴേക്കും ആദ്യം നോക്കിയ കോച്ചിലേക്ക് അതിൻ്റെ ഇരട്ടി യാത്രക്കാർ, ഓതറൈസ്ഡ് യാത്രക്കാർ തന്നെ ഉണ്ടാവും. അവരെ കൂടാതെ ഈ പറഞ്ഞ അൺഓതറൈസ്ഡ് പാസഞ്ചേഴ്സും ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും മാനേജ് ചെയ്ത് പോവുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായ പണിയാണ്. അതിവിടെ ഇപ്പോൾ നമ്മൾ സെക്ഷനിൽ നേരിടുന്ന പ്രധാന പ്രശ്നം ഈ വളരെ അടുത്തടുത്തുള്ള സ്റ്റേഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന സ്റ്റോപ്പേജ് മൂലം നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ കഴിയാതെ വരുന്ന പ്രശ്നമുണ്ട്. അതിനോടൊപ്പമാണ് ഈ പറഞ്ഞ അമ്യൂണിറ്റീസ് എല്ലാം ചെക്ക് ചെയ്ത് എൻഷുർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. TTയുടെ ബേസിക് പേ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് വന്നിട്ടുള്ളത് +2 ആണ് ക്വാളിഫിക്കേഷൻ. നമ്മുടെ ക്ലറിക്കൽ പോസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ TTയുടെ പോസ്റ്റ് എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി വരും. നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി. അതിൽ ഈ ട്രെയിൻ ക്ലർക്ക്, ടിക്കറ്റ് ബുക്കിംഗ് ക്ലർക്ക്, പിന്നെ കമേഴ്ഷ്യൽ ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക്, ഓഫീസ് ക്ലർക്ക്, ടിക്കറ്റ് കളക്ടർ, ഇതായിരുന്നു ബേസിക് നേരത്തെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞാൽ ക്ലർക്കിൻ്റെ ഗ്രേഡ് തന്നെയാണ്. അതായത് ഇപ്പോഴത്തെ ഇതിൽ ലെവൽ 4 എന്ന് പറയും. ലെവൽ 4ലാണ് ഇവരെ ആദ്യം എൻ്റർ ആവുന്നത്. 4ഓ 3ഓ എന്ന ഡൗട്ട് എനിക്ക്. ലെവൽ 3ലോ 4ലോ ആണ് ഫസ്റ്റ് ഇപ്പോഴത്തെ കണക്കിൽ. നേരത്തെയുള്ള പേ കമ്മീഷനിൽ അത് ഗ്രേഡ് പേ ആയിരുന്നു. അതിനു മുമ്പ് ബേസിക് പേ മാത്രമേ നോക്കുമായിരുന്നുള്ളൂ. ഇപ്പോഴത്തത് അപ്രോക്സിമേറ്റ്ലി എനിക്ക് തോന്നുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 25,000 എന്തോ ബേസിക് പേ വരും. ഇനിഷ്യൽ ബേസിക് പേ അപ്രോക്സിമേറ്റ്ലി അത്രയാണ് വരുന്നത് എനിക്ക് തോന്നുന്നത്. റെഫർ ചെയ്യേണ്ടി വരും. പിന്നീട് ലെവൽ 7, ലെവൽ 8, ലെവൽ 9 വരെ ഉണ്ട്. ഇപ്പോൾ ലെവൽ 7 ആണ് ശരിക്കും കേഡറിൻ്റെ ടോപ്പ് വരുന്നത്. അത് കഴിയുമ്പോൾ ലെവൽ 8, ലെവൽ 9 2 ഗ്രേഡ് ഇപ്പോൾ അഡീഷണലായിട്ട് സമീപകാലത്ത് റെയിൽവേ മന്ത്രി അനൗൺസ് ചെയ്തിരുന്നു. അത് കുറച്ച് കാര്യം ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ, TT, ഓഫീസ് സൂപ്രണ്ട് അതുപോലുള്ള പോസ്റ്റുകൾക്ക് ആ 2 ഗ്രേഡും കൂടി അഡീഷണലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിട്ടയർ ആകുമ്പോഴത്തേക്ക് ഒരു 70,000 ആ റേഞ്ചിലുള്ള ബേസിക് പേ ഉണ്ടാവും. കിലോമീറ്റർ അലവൻസ് ഇല്ല, TTക്ക് ഇല്ല. അത് ലോക്കോ പൈലറ്റിനും ഗാർഡ്സിനുമാണ് കിലോമീറ്ററേജ് ഉള്ളത്.
ടി ടിക്കുള്ളത് ടി എ മാത്രമാണ്. മോർ ദാൻ 8 hours പോകുന്നൊരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ മോർ ദാൻ 8 കിലോമീറ്ററുള്ള ട്രെയിൻ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ടി എ ഉണ്ട്, ട്രാവലിംഗ് അലവൻസ് ഉണ്ട്. അത് മാത്രമാണ് ടി ടിക്ക് അധികമായിട്ടുള്ളത്. കിലോമീറ്റർ അല്ല, അത് പെർ ഡേ ആണ്. അതായത് 1000 rupees ഒരു ലെവൽ 5 മുകളിൽ, ലെവൽ 6 മുതലുള്ളവർക്ക് പിന്നെ 1000 rupees, അത് താഴെയുള്ളത് 625 rupees ആണ്. സിനിമയിൽ കാണുന്ന ടി ടി ആർ എന്ന് പറയുന്നത് യാത്രക്കാരൻ്റെ കണ്ണിലെ ടി ടി ആറാണ്. കുറേയൊക്കെ യാത്രക്കാരൻ്റെ കണ്ണിൽ ഇപ്പോൾ യൂണിഫോം ഇട്ട് ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നതിനപ്പുറം ഒന്നുമില്ല. പക്ഷേ സിനിമയിലെ ടി ടിമാർ പലപ്പോഴും സ്വാഭാവികമായി ടി ടിമാർ പറയുന്ന സംഭാഷണങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അവരുടെ തിരക്കഥാകൃത്ത് എഴുതിയ സംഭാഷണങ്ങൾ അവർക്ക് പറയേണ്ടി വരുന്നത്. അതൊരു പക്ഷേ ഒരു നോർമൽ ട്രെയിൻ വർക്കിങ്ങിൽ ഒരു ടി ടിക്ക് പറയേണ്ട സംഭാഷണങ്ങളൊന്നുമല്ല. അതുപോലെ യാത്രക്കാരുമായിട്ട് ഇടപഴകുന്നത്, സിനിമയിൽ ടി ടിമാർ പലപ്പോഴും നമുക്കറിയാം അവരുടെ യാത്രക്കാരുടെ കൂടെ അവരുടെ കൂട്ടത്തിലൊരാളെ പോലൊക്കെ ഇടപഴകുകയോ സംസാരിക്കുകയോ അല്ല അവരുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളിനെ പോലെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു സാധ്യത വണ്ടിക്കകത്തില്ല. യാത്രക്കാരെല്ലാം നമ്മുടെ പരിചയക്കാരൊന്നുമല്ല. അവരോടൊരു ഫോർമൽ ആയിട്ട് സംസാരിച്ച് പോവുക എന്നതിനപ്പുറം നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. സിനിമയിൽ ടി ടിക്ക് പക്ഷേ അത് അവരുടെ നാടകീയമായ സംഭവങ്ങളത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി അയാൾക്കൊരു റോള് കൊടുക്കും. ടി ടിക്ക് അങ്ങനെ യാത്രക്കാരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു റോളും ട്രെയിനകത്ത് പോലും ചെയ്യാനില്ല. അതുകൊണ്ട് ആ ഒരു അന്തരം സിനിമയിലെ ടി ടി ആറും ശരിക്കുള്ള ടി ടി ആറും തമ്മിലുണ്ടാവും. ശരിക്കുള്ള ടി ടി ആറിനെ സംബന്ധിച്ച് അയാളുടെ ജോലി ചെയ്ത് തീർക്കുക എന്നല്ലാതെ അതിനകത്ത് വണ്ടിക്കകത്തേക്ക് വേറെ ഒന്നിനും നേരം കിട്ടില്ല. നേരത്തെ ഇത്ര നേരം ഞാൻ ഈ പറഞ്ഞ ജോലികളെല്ലാം ചെയ്ത് യാത്രക്കാർ കംഫർട്ടബിളായി പോകുന്നത് എൻഷുർ ചെയ്യാനേ പറ്റുള്ളൂ. ഒരു പർട്ടിക്കുലർ യാത്രക്കാരുമായിട്ട് ഇൻറ്ററാക്ഷൻ ഒന്നും ഒരുപാട് നേരം അവർക്ക് സാധിക്കില്ല. ഈ രണ്ട് ടി ടിമാരും തമ്മിലുള്ള അന്തരമായിട്ട് പലപ്പോഴും മനസ്സിലാവുന്ന കാര്യമാണ്.